ട്രംപ് മൂന്നാമതും അമേരിക്കയിൽ ജയിക്കാൻ ശ്രമിക്കും. ഇന്ത്യയുടെ ക്രെഡിബിലിറ്റിയെ, ഇന്ത്യയുടെ ആയുധ നിർമ്മാണ മേഖലയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, പിന്നെ ഇവരെല്ലാം തന്നെ ഇന്ത്യയിലാണ്. അയാളുടെ പിന്നിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും തന്റെ കാൽ കീഴിൽ നിർത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ US അപ്പാച്ചെ ഹെലികോപ്റ്റർ കരാറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ട്രംപിന്റെ പരാമർശം ഇപ്പം വിവാദമായിട്ട് മാറിത്തീരുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ അപ്പാച്ചി ഹെലികോപ്റ്ററിന്റെ ഡെലിവറി വൈകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നരേന്ദ്രമോദി തന്നെ കാണാൻ വന്നു. അപ്പോ മോദി തന്നെ വിശേഷിപ്പിച്ചത് സാർ എന്നാണ്. സാർ എന്ന് വിളിച്ചുകൊണ്ട്, കാല് പിടിച്ചുകൊണ്ട് മോദി തന്റെ അടുത്ത് വന്നു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണോ? ഇത്തരം പരാമർശങ്ങളിലൂടെ ട്രംപ് നൽകുന്ന സന്ദേശം എന്താണ്, രാഷ്ട്രീയപരമായ സന്ദേശം? ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിനിശ്ചിതമായ വിമർശനങ്ങളും പ്രവൃത്തികളും അതുപോലെ ഇന്ത്യക്കെതിരായ പ്രവൃത്തികളുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ലക്ഷ്മണരേഖയൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി മോദിക്ക് നേരെ നടത്തിയത്. ഇത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ നയതന്ത്ര വിദഗ്ധരും രാഷ്ട്രീയ വിദഗ്ധരും ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. ആദ്യമൊക്കെ ട്രംപിന്റെ ഒരു എടുത്തുചാട്ടമൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ അയാൾ ഒരു വായാടിയാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ അതിനപ്പുറത്ത് ഇതിലൊരു കൃത്യമായ ഒരു വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ പുതിയ ഒരു ലോകക്രമം തന്നെ സൃഷ്ടിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. അതായത് ഈ ചരിത്രത്തിലെ പല മുഹൂർത്തങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അതുപോലുള്ള ഒരു നിർണായക മുഹൂർത്തത്തിൽ തന്നെയാണ് ഇന്ന് ലോകം നിൽക്കുന്നത്. പണ്ടൊക്കെ യുദ്ധത്തിന്റെ രീതി ഇന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പണ്ട് കാലാൾപ്പടകൾ തുടങ്ങിയ, അല്ലെങ്കിൽ കുതിരപ്പടയാളികൾ തുടങ്ങിയ യുദ്ധങ്ങൾ പിന്നീട് ടാങ്കുകളിലേക്ക്, ടാങ്കുകളും വിമാനങ്ങൾ, ഒരു പരിധിവരെ വിമാനങ്ങളിലേക്കുമൊക്കെ മാറിയ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്നിപ്പോ വിമാനങ്ങളോ അല്ലെങ്കിൽ മനുഷ്യരോ ഒന്നും അല്ലാത്ത ഇലക്ട്രോണിക് വാർഫെയർ ആണ് ഇപ്പൊ നടക്കുന്നത്. ആ ഇലക്ട്രോണിക് വാർഫെയറിലൂടെ ആണ് വെനിസ്വേലയുടെ കംപ്ലീറ്റ് വ്യോമ പ്രതിരോധ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ അമേരിക്ക നിശ്ചലമാക്കി. അത് മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. ഊർജ മേഖലയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പറയുന്നതിൽ ട്രംപിനൊരു മടിയുമില്ല. ട്രംപ് ആദ്യമൊക്കെ നിക്കോളാസ് മദുറോയെ ഒരു ഏകാധിപതിയായിട്ടും അതുപോലെ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് വലിയ തോതിൽ ഒഴുക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഒക്കെ പറഞ്ഞെങ്കിലും അതൊന്നുമല്ല. ഇപ്പോൾ ട്രംപ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വെനിസ്വേലയുടെ എണ്ണ ഞങ്ങൾ നിയന്ത്രിക്കുമെന്നുള്ളത്. അതായത് ലോകത്തിലെ എണ്ണയുടെ സോഴ്സസ്, അതായത് ഉൽപാദനം അമേരിക്ക നിയന്ത്രിക്കും, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് റഷ്യയെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് റഷ്യക്ക് മേൽ ഉപരോധം കൊണ്ടുവന്നത്. ഗൾഫിനെ അമേരിക്കയ്ക്ക് വെറും ഒരു വിരൽ ഞൊടിച്ചാൽ ഗൾഫ്, സൗദിയെയും UAEയും ഒക്കെ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാം. അത് കാരണം ഗൾഫ് ഒരു പ്രശ്നമല്ല. ലിബിയ മറ്റൊരു പ്രധാനപ്പെട്ട ഉൽപാദകരായിരുന്നു, അവരെ തകർത്തു. ഇറാഖ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എണ്ണ ഉൽപാദകരായിരുന്നു, അവരെ തകർത്തു. ഇറാന് മേൽ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ട് അവരുടെ ഉൽപാദനത്തെ കുറച്ചു. അപ്പൊ ഇപ്പം ഞാൻ പറയുന്ന ഈ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ എന്തിനാണ് ഈ മോദിയുടെ നേരെ ഇങ്ങനെ ആക്രോശിക്കുന്നതും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു? കാരണം വളരെ കൃത്യമാണ്. ഈ എണ്ണ എവിടെങ്കിലും വിൽക്കണ്ടേ? അത് വാങ്ങിക്കാൻ ആൾ വേണം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ പർച്ചേസറാണ്, എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. സ്വാഭാവികമായിട്ടും ഈ അമേരിക്കയുടെ എണ്ണ അമേരിക്ക പറയുന്ന വിലയ്ക്ക് വാങ്ങും. അതിനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇത്. ഇതിൻ്റെ ഒരു കാരണം ഞാൻ പറയുക, പല കാരണങ്ങളും, അത് ഓരോന്നിലേക്ക് നമുക്ക് പോകാം. ഒന്ന്, അമേരിക്ക നിശ്ചയിക്കുന്ന വിലയ്ക്ക് അമേരിക്ക പറയുന്ന സ്ഥലത്ത് നിന്നും ഇന്ത്യ എണ്ണ വാങ്ങണം. അതാണ് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തേത്,
ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടിരുന്ന ട്രംപിന് ഒരു വിളി തോന്നിയതാണോ? അല്ല. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ട്രംപിന് ഒരു കാര്യം മനസ്സിലായി. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങൾ, അതുപോലെ ഇന്ത്യ ഇസ്രായേല് മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന്, റഷ്യയുമായിട്ടൊക്കെ ചേർന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ, യുദ്ധോപകരണങ്ങൾ, പടക്കോപ്പുകൾ, ആയുധങ്ങൾ, ഇതിലൊക്കെ തന്നെ ഇന്ത്യ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. 2018-19 ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പ്രതിരോധ രംഗം വലിയ വളർച്ച നേടിയിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ്. അമേരിക്കയെ പോയി ഇന്ത്യ ആക്രമിക്കുമെന്നല്ല, അമേരിക്കയുടെ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ അവർക്ക് വിൽക്കണം. അതിനി ഇന്ത്യക്ക് ആവശ്യമില്ല. അപ്പം ട്രംപിന്റെ വാക്കുകൾ നിങ്ങളെടുത്തൊന്ന് പരിശോധിച്ചാൽ ആ വാക്കുകൾ തന്നെ വളരെ കൃത്യമാണ്. അതായത് ട്രംപ് ലോകത്തെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് 67 അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ വാങ്ങണമെന്ന് പറഞ്ഞു. അതിന്റെ ഡെലിവറി ഒന്ന് വേഗമാക്കണം എന്ന് പറഞ്ഞ് പിന്നെ മോദി വന്ന് എൻ്റെ മുമ്പിൽ എന്നോട് വന്ന് കരയുന്നു. 5 കൊല്ലമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് കരയുന്നു. സാർ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു. അതിലൂടെ അദ്ദേഹം വളരെ കൃത്യമായ മോദിയെക്കുറിച്ചുള്ള ഒരു ഇമേജ് അദ്ദേഹം പുറത്തു വിടുന്നത്. ഒന്നാമത്തേത്, മോദി ഒരു ദുർബലനാണ്. നിങ്ങൾ കാണുന്ന പോലെ ഈ പിന്നെ ഏറെ പിടിച്ചിരിക്കുകയാണ് അങ്ങേർക്ക് യാതൊരു കരുത്തുമില്ല. എന്നെ കണ്ട യഥാർത്ഥത്തിൽ മുട്ടുവിറക്കി, എന്നെ സാറെന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെയാണ് ട്രംപ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ലോകത്തിന് മുഴുവൻ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തേത്, ഇന്ത്യ ആയുധങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അവർ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ വീമ്പൊക്കെ പറയുമായിരിക്കും, പക്ഷെ അതൊക്കെ കള്ളമാണ്. ഞങ്ങളെയാണ് കാരണം ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. മൂന്നാമത്തേത് ഈ ട്രേഡ് ഡീലാണ്. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ അമേരിക്ക പറയുന്ന രീതിയിൽ ഇന്ത്യ ഒപ്പിടണം. അതിന് ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം കൂട്ടുകയാണ് ഇതിലൂടെ ചെയ്ത്. അതായത് ട്രംപ് വളരെ പിന്നെ എന്താണ് പരിഭ്രാന്തനും അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ മോദിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലൂടെ അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്താം എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. ഈ ഇംഗ്ലീഷില് ചോദിച്ചിട്ട് ഞാൻ പറയാം. ചോദിക്കൂ. അമേരിക്കയുടെ ട്രംപിന്റെ ചില നിലപാടുകൾക്കനുസരിച്ചിട്ട് ഇന്ത്യ വഴങ്ങിക്കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പൊ ഇതേ ആ സ്പീച്ചില് ട്രംപ് പറയുകയുണ്ടായി, അതായത് റഷ്യൻ ഓയിൽ വാങ്ങുന്നത് സബ്സ്റ്റാൻഷ്യലി കുറെ അധികം ഇന്ത്യ കുറച്ചിട്ടുണ്ട്, പക്ഷെ അത് മാത്രം പോലെ ഇനിയും കുറയ്ക്കണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ, റഷ്യയിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ടഡ് ഓയിൽ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കക്ക് കീഴ്പ്പെട്ട് കൊടുക്കൽ തന്നെയല്ലേ? ഇല്ല, അത് ട്രംപ് പറഞ്ഞത് ട്രംപ് വെറുതെ അങ്ങ് പറയുമല്ലേ? അങ്ങനെയാണോ പറയേണ്ടത് എങ്ങനെയാണ്? ഇപ്പം ട്രംപ് പറയണം 2024 ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ഇത്ര മില്യൺ ബാരലാണ്. പക്ഷെ ഞാൻ എൻ്റെ വിരട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 2025 ഇപ്പോൾ ഉദാഹരണത്തിന് 10 ലക്ഷം ബാരലാണ് 2024 ഇറക്കുമതി ചെയ്തതെങ്കിൽ എൻ്റെ ഭീഷണി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 5 ലക്ഷമായിട്ട് കുറച്ചു. അറിയാവോ? അപ്പം അവൻ എന്നെ പേടിയില്ലേ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഞാനത് അംഗീകരിക്കാം. ഇതിപ്പോൾ ഞാൻ പറയുന്നു, പിന്നെ ഗൗതം ഞാൻ പറയുന്ന എല്ലാം കേൾക്കും, ഞാൻ പറയുന്ന പോലെ ഈ ഗൗതം എന്ന് പറയുന്ന വ്യക്തി പെരുമാറുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും. ഞാൻ ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ഗൗതം ഇന്നലെ വരെ ഡൊണാൾഡ് ട്രംപിനെ പിന്നെ തെറി വിളിച്ചുകൊണ്ട് ഞാൻ ഒരു ഭീഷണിപ്പെടുത്തിയതിനു ശേഷം പിന്നെ ആ പയ്യൻ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ എൻ്റെ ലൈനിലോട്ട് കയറി ഞാൻ എന്ത് പറയുന്നത് അതുപോലെ. ഇപ്പം ട്രംപ് മഹാനാണെന്നാണ് പറയുന്നത്. കൃത്യമായ തെളിവ് വേണം, ചുമ്മാ പറഞ്ഞാൽ പോരാ. ആർക്കും എന്തും അഭിപ്രായം പറയാം, പക്ഷെ തെളിവ് വേണം. തെളിവില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം അതിലേക്ക് ഞാൻ വരാം. അതായത് ഈ കഴിഞ്ഞ വർഷം, അതായത് 2025 ഡിസംബർ മുഴുവനുള്ള കണക്ക് വന്നിട്ടില്ല ഇതുവരെ, എങ്കിലും 2025 കണക്കുകൾ പ്രകാരം 7.7 മില്യൺ ബാരൽ പെട്രോളിയം, അതായത് ക്രൂഡ് ഓയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. ഇത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാൾ ഏതാണ്ട് 17% കൂടുതലാണ്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ കണക്കെന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 35% ഇന്ത്യ റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. അപ്പൊ പിന്നെ ഈ കണക്ക് എങ്ങനെ ശരിയാവാന്? അതിന് മുമ്പത്തെ വർഷമൊന്നും അത്രയും ചെയ്തിട്ടില്ല. മുമ്പത്തെ വർഷത്തിനേക്കാൾ കൂടുതലാണ് 2025 ഇറക്കുമതി ചെയ്തത്.
ഒരുപക്ഷെ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണമെന്നുള്ളതിൽ ഒരു കടുംപിടുത്തവും ഇല്ല. ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് ഏത് വിലയ്ക്കാണോ എണ്ണ കിട്ടുന്നത് അതേ വിലയ്ക്ക് അമേരിക്ക സപ്ലൈ ചെയ്താൽ ഈ നിമിഷം നമ്മൾ റഷ്യയിൽ ഇറക്കുമതി നിർത്താം. ഇന്ത്യക്ക് റഷ്യയോടുള്ള സ്നേഹത്തിൽ നിന്നല്ല റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയുടെ എനർജി സോവറൈനിറ്റി എന്ന് പറയും. അതായത് ഊർജ മേഖലയുടെ ഇന്ത്യയുടെ പരമാധികാരം. അത് റഷ്യ ആയാലും ശരി, അമേരിക്ക ആയാലും ശരി, സൗദി അറേബ്യ ആയാലും ശരി, നമുക്ക് ലോകത്ത് എവിടുന്നാണ് വില കുറച്ച് കിട്ടുന്നത് അവിടുന്ന് വാങ്ങിക്കും. നമുക്ക് റിസ്ക് ഇല്ലാതെ ആരാണ് തരുന്നത് അവിടുന്ന് വാങ്ങിക്കും. അപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇങ്ങനെയൊന്നും അല്ല. അമേരിക്കയുടെ താക്കീതോ റഷ്യയുടെ പ്രീണനമോ ഒന്നുമല്ല. ഇന്ത്യക്ക് ഏറ്റവും വില കുറച്ച് കിട്ടിയ എണ്ണ അതാണ്, അത് വാങ്ങിച്ചു. നാളെ ഇതിനേക്കാൾ വില കുറച്ച് ഒരാൾ തരാമെങ്കിൽ, വെനിസ്വേലയുടെ എണ്ണ നാളെ അമേരിക്ക ഇന്ത്യക്ക് റഷ്യ തന്നിരുന്ന ഏതാണ്ട് അതേ വിലയ്ക്ക് തന്നെ തരാമെങ്കിൽ ഇന്ത്യക്ക് സന്തോഷം. ഇന്ത്യ വെനിസ്വേലയിൽ നിന്ന് വാങ്ങിക്കും, റഷ്യയിൽ നിന്ന് ഇനി വാങ്ങിക്കണ്ട. പണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. 2020 മുമ്പ് റഷ്യയിൽ നിന്നും 1% താഴെയായിരുന്നു. നമ്മൾ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇത്രയധികം സൗഹൃദം ഉണ്ടെങ്കിലും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നില്ലായിരുന്നു. എന്തുകൊണ്ട് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി? അതിന് വില കുറഞ്ഞത്. നാളെ അതിന് വില കൂടിയാൽ നമ്മൾ നിർത്തും. അതിലപ്പുറത്തേക്ക് ഇതിനകത്തിൽ മറ്റൊന്നും വായിക്കണ്ട. ചോദിച്ചു. വെനിസ്വേല അതിക്രമിച്ച് അവിടെയുള്ള പ്രസിഡന്റിനെയും ഭാര്യനെയും തടങ്കലിലാക്കിയതിനു ശേഷം ട്രംപ് പറഞ്ഞത് ഇന്ത്യയെക്കുറിച്ച്, മോദിയെക്കുറിച്ച്, ഞാൻ ഒട്ടും സന്തോഷവാനല്ല, എന്നെ സന്തോഷപ്പെടുത്തുക എന്നുള്ളത് മോദിയുടെ ഒരു പ്രധാന ചുമതലയാണ്, അല്ലെങ്കിൽ ഞാൻ പണിവരും എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെയാണ് ട്രംപ് മുഴക്കുന്നത്. അതായത് എന്നെ സന്തോഷപ്പെടുത്തുക എന്നുള്ളതാണ് ലോകത്തിലുള്ള എല്ലാ നേതാക്കളുടെയും പ്രധാന ഉദ്ദേശം, അതായിരിക്കണം എന്നാണ് ട്രംപ് നൽകുന്നത്. അല്ല, അത് നമ്മളെ ഈ ട്രംപിന്റെ വാക്കുകളുടെ പുറകെ പോകാതെ, ട്രംപ് ഇതുപോലെ തന്നെ നിരവധി പ്രസ്താവനകൾ ഇന്ത്യക്കെതിരെ മാത്രമല്ല, ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റായ മാക്രോണിനെതിരെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ബഹളം വെച്ചു. അതായത് ഫ്രാൻസിലെ മരുന്നിന്റെ വില സംബന്ധിച്ച്, അമേരിക്കൻ മരുന്നിന്റെ വില, പിന്നെ ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളുടെ വില, ഇതിനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് പ്രസ്താവനകൾ നടത്തി. നാറ്റോയിൽ നിന്ന് ഞാൻ പുറത്തു പോവാണെന്ന് പറഞ്ഞു. ഒരു ദിവസം തന്നെ കാണാൻ വന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അപമാനിച്ചു വൈറ്റ് ഹൗസിൽ വെച്ച്. ഇതൊക്കെ ട്രംപ് ഇതൊരു ഈ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നയപ്രഖ്യാപനം. അയാളുടെ പിന്നിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ് സ്റ്റേറ്റ് പറയുന്ന അനുസരിച്ച് ട്രംപ് ചെയ്യുകയാണ്. ട്രംപ് മൂന്നാമത് അമേരിക്കയിൽ മത്സരിച്ച് ഭരണഘടന തിരുത്തി പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഈ ട്രംപ് വളരെ കൃത്യമായിട്ട് ഇലക്ഷനിൽ നിന്നപ്പോൾ തന്നെ ഇതൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ ആഴം മനസ്സിലാക്കാതിരുന്ന ലോകമാണ് മണ്ടന്മാർ. അതായത് ട്രംപ് പറഞ്ഞു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ട്രംപിന്റെ മുദ്രാവാക്യമാണ്. ലോകത്തിൽ ഏറ്റവും ബലവാൻ ഞാനാണെങ്കിൽ ഗൗതത്തിന് എന്നൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂ, നിങ്ങളുടെ കാല് ഞാൻ അടിച്ചു പിടിച്ച് താഴെ. അതായത് ഞാൻ ഏറ്റവും ശക്തനാണെങ്കിൽ നിങ്ങളുടെ ശക്തി കുറയണം, ഞാൻ നിങ്ങളുടെ കൈയും കാലും തല്ലി ഒടിക്കും. അതാണ് അത്. പക്ഷെ അങ്ങനെ വായിക്കണം. ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കേണ്ട രീതിയിൽ വായിക്കണം. അല്ലാതെ അപ്പുറത്തെ കേശവനും രാഘവനും ഒന്നും പറയുന്ന രീതിയിൽ അത് പിന്നെ വായിച്ചിട്ട് കാര്യമില്ല. അവര് പറയുമ്പോൾ അവര് അത്രയൊന്നും ഉദ്ദേശിക്കുന്നില്ല. ട്രംപ് പറയുമ്പോൾ ട്രംപ് അത് ഉദ്ദേശിക്കുന്നു. കൃത്യമായി വിലയിരുത്തുന്നത് നമ്മൾ പരാജയം. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു തരട്ടെ. രണ്ടാമത്തേത് ഈ ഊർജ മേഖലയുടെ നിയന്ത്രണം ഞാൻ പിടിച്ചെടുക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നതാണ്. അതും ട്രംപ് ചെയ്തു. അതായത് ലോകം ട്രംപിനെ വിലയിരുത്തിയൽ വന്ന പാളിച്ചയാണിത്. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയോടും അത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഇന്ത്യ ലോകത്തെ, ഞാൻ പറഞ്ഞ ആദ്യത്തെ നമ്മൾ വിഷയത്തിൽ നിന്ന് പോവുകയാണ്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇതിലേക്ക് എത്തുന്നത്. അതായത് പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ആയുധ നിർമ്മാണമാണ്. അപ്പം ട്രംപിന്റെ വാക്കുകൾ വെച്ചിട്ട് വേണം വിലയിരുത്തേണ്ടത്. ട്രംപ് എന്താണ് പറഞ്ഞത്? അപ്പാച്ചെ ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ. അപ്പാച്ചെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അമേരിക്ക ഇപ്പോ ഇന്ത്യക്ക് വിൽക്കുന്നു. അത് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊന്നും നിർമ്മിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞപ്പം ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. പാകിസ്ഥാന് താൻ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയുടെ ക്രെഡിബിലിറ്റിയെ, ഇന്ത്യയുടെ ആയുധ നിർമ്മാണ മേഖലയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതായത് അമേരിക്കൻ ആയുധങ്ങൾ ലോകം മുഴുവൻ ചെലവാണ്. ഇന്ത്യൻ ആയുധങ്ങൾ നന്നായിരുന്നു 4 ദിവസം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ തോപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആയുധം വാങ്ങാൻ ആൾ വരും.
ഇപ്പൊ തന്നെ യൂറോപ്പിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങാൻ എല്ലാ രാജ്യത്തിനും താല്പര്യമുണ്ട്. ആകാശ് മിസൈൽ വാങ്ങാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ സ്വയം പര്യാപ്തത ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ആയുധങ്ങൾ ലോകത്തിനെ അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ട. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഇപ്പൊ ഇന്ത്യ വാട്സാപ്പിന് തുല്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ പ്രമുഖ ടെക്നോളജി കമ്പനിയുടെയും തലപ്പത്ത് ഗൂഗിളിന്റെ ആയാലും മൈക്രോസോഫ്റ്റിന്റെ ആയാലും തലപ്പത്ത് ഇന്ത്യക്കാരാണ്. അപ്പൊ ഈ മേഖലയിൽ ഇന്ത്യ വളരുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, ഇവരെല്ലാം തന്നെ ഇന്ത്യയിലാണ്. ആമസോണും ഒക്കെ ഏതാണ്ട് 60-70 ബില്യൺ US ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആന്ധ്രാപ്രദേശിലും തെക്കൻ സംസ്ഥാനങ്ങളിലുമായിട്ട് വരുന്നത്. ഇതെല്ലാം ഒന്ന് പിടിച്ചു നിർത്താൻ, അമേരിക്കയുടെ ആധിപത്യം ഉറപ്പാക്കാൻ വരുന്ന ഈ ലോകക്രമം, അത് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരിക. ലോകക്രമം ഓരോ കാലഘട്ടത്തിലും മാറിയിട്ടുണ്ട്. ആ മാറുന്ന ലോകക്രമത്തിൽ നിന്ന് മാറാൻ അനുവദിക്കാതെ അമേരിക്കയുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാനുള്ള വളരെ വ്യക്തമായ ഒരു പദ്ധതിയാണ്. അതിപ്പോൾ തീരുന്നില്ല. ട്രംപ് മൂന്നാമതും അമേരിക്കയിൽ ജയിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അമേരിക്കയിൽ ജയിക്കുന്ന ആരായാലും ശരി, അതവിടെ കൊണ്ടുവരാൻ പറ്റും. ഇതിനിടയ്ക്ക് ഗൗതം ചോദിക്കാതെ പോയൊരു കാര്യമുണ്ട്. 500% നികുതി ഇന്ത്യക്ക് മേൽ ചുമത്തുമെന്നാണ് ഇപ്പോഴുള്ള ഭീഷണി. അത് ട്രംപിനെ മാത്രം ഭീഷണിയല്ല. ആ ബില്ലിന്റെ പേര് ബൈപാർട്ടിസാൻ ബിൽ എന്നാണ്. എന്താ ബൈപാർട്ടിസാൻ ബിൽ എന്ന് പറഞ്ഞാൽ? ബൈപാർട്ടിസാൻ ബിൽ എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ബില്ലാണ്. രണ്ട് പാർട്ടികളും യോജിക്കുന്ന ബില്ലാണ്. അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ട്രംപ് ഈ പ്രവൃത്തി തുടർന്ന് ചോദിച്ചോളൂ. ഇതിപ്പം $2 ബില്യൺ ഒരു കരാറാണ് ഈ അപ്പാച്ചി ഡീൽ എന്ന് പറയുന്നത്. 2015 ഇതിന് ഒപ്പുവെക്കുന്നത്. 22 ഹെലികോപ്റ്ററുകൾ, ആധുനിക ഹെലികോപ്റ്ററുകൾ ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. അതിൽ 6 ആർമിക്കുള്ള 6 ഡിലേ ആണ് മോദിയായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഫാക്ച്വലി ആയിട്ട് ഒരു ഇറർ ട്രംപ് വരുത്തിയിട്ടുണ്ടെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ട്രംപ് പറഞ്ഞത് 68 ഇന്ത്യ ഓർഡർ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് 28 ഇന്ത്യ ടോട്ടലി ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത്രയും ശക്തമായിട്ട് മോദിയെ അധിക്ഷേപിച്ചിട്ടും ഒരു ചുട്ട മറുപടിയെങ്കിലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ട്രംപിന് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു നാണക്കേട് തന്നെയല്ലേ? എത്രമാത്രം ഇന്ത്യ യുഎസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല അതൊക്കെ തെളിയിക്കുന്നു. ഒരിക്കലുമല്ല. കാരണം നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ചെറുക്കൻ നമ്മളെ കോമ്പസ് കൊണ്ട് കുത്തി. അപ്പോൾ നമ്മൾ പെൻസിൽ കൂർപ്പിച്ച് ആ ചെറുക്കനെ തിരിച്ചൊരു കുത്തു കൊടുത്തു. അങ്ങനല്ല അന്താരാഷ്ട്ര ഡിപ്ലോമസി വർക്ക് ചെയ്യുന്നത്. ട്രംപ് ആവശ്യപ്പെട്ടത് എന്തെങ്കിലും ഇന്ത്യ ചെയ്തിട്ടുണ്ടോ? അവിടാണ് ചോദ്യം. ട്രംപ് പറയുന്ന എല്ലാം കള്ളത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ മോദി ഒന്നും മിണ്ടിയില്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരുത്തനെ അവഗണിക്കുന്നു. ഇപ്പൊ ഞാൻ ഗൗതത്തിനെ കണ്ടിട്ട് 2 ചീത്ത വിളിച്ചാലും ഗൗതത്തിനൊരു സമാധാനമുണ്ട്. ഇയാൾക്ക് എന്നെ അറിയാം. ഞാൻ ഗൗതത്തിനെ കാണുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെന്ന വ്യക്തി ഉള്ളതായിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്നു. ഈ അവഗണനയാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു തിരിച്ചടി. ഇവിടെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ട്രംപ് പറഞ്ഞിട്ടുണ്ട് താനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയെന്ന്. ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ട്രംപ് അല്ല, ഇത് ഞങ്ങൾ തന്നെ ചെയ്തതാണെന്ന്. പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഞങ്ങളോട് അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. റഷ്യയിൽ എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞു. ഞാനിപ്പോ കണക്ക് പറഞ്ഞല്ലോ. ട്രംപ് വെറുതെ ഒന്നിൽ പറയുവാണെങ്കിൽ കള്ളക്കണക്ക് പറയും. ഗൗതം പറഞ്ഞ പോലെ ഇപ്പൊ സൂചിപ്പിച്ച പോലെ 27 വിമാനത്തിന് പകരം 67 പറഞ്ഞു. അതല്ലെങ്കിൽ അയാൾ മിണ്ടത്തില്ല, കണക്ക് തരത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളോട് നിങ്ങൾ കള്ളം പറഞ്ഞ് നിങ്ങളെ വിമർശിക്കുന്ന ഒരാളോട് നിങ്ങൾ എതിർക്കാൻ പോകുന്നത് തന്ത്രജ്ഞതയല്ല. പക്ഷെ അയാൾ പറയുന്നതിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുക. അയാൾ എന്ത് പറയുന്നു അതിന് നേരെ വിരുദ്ധം ചെയ്യുക. എന്നോട് പറയുന്നു നീ ഇന്ന ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നു. ഞാൻ അതേ ഹോട്ടലിലേക്ക് കയറി ഭക്ഷണം കഴിക്കും. അതല്ലേ ഇപ്പൊ നിങ്ങളെ തിരിച്ച് ചീത്ത വിളിക്കുന്നതിനേക്കാൾ നല്ലത്. വെറുതെ എന്തിനാ ഞാൻ ഊർജ്ജം കളയുന്നത്? ഇപ്പൊ ഗൗതം എന്നോട് പറഞ്ഞു ഹോട്ടൽ രാധാസിൽ കയറി ഞാൻ ഭക്ഷണം കഴിക്കരുത്, കഴിച്ചാൽ നിന്റെ കഴുത്ത് ഞാൻ വെട്ടുമെന്ന് പറയും. അപ്പൊ ഞാൻ ഗൗതത്തിനെ അവിടെ വെച്ച് തിരിച്ച് ഞാൻ കയറി കഴിക്കും, നീ കാണട്ടാ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പകരം ഞാൻ നേരെ രാധാസിലോട്ട് കയറി ഞാൻ മൃഷ്ടാന്ന ഭോജനം കഴിഞ്ഞ് ഇറങ്ങുന്നു. എല്ലാ ദിവസവും നിങ്ങളുടെ മുമ്പിൽ കൂടെ ഞാൻ അതേ ഹോട്ടലിൽ കയറുന്നു. അത് നിങ്ങൾക്കുള്ള തിരിച്ചടിയല്ല. നിങ്ങൾക്ക് എന്തിനാ ഞാൻ മറുപടി പറയുന്നത്? നിങ്ങളായിട്ട് ഞാൻ എന്തിനാ വാചപടിക്കുന്നത്? എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ. ഇന്ത്യ വിരുദ്ധ രാജ്യവിരുദ്ധ നേതാക്കളുടെ ഗണത്തില് ഡൊണാൾഡ് ട്രംപിന്റെ പേരും കൂടി എഴുതി ചേർക്കപ്പെടുകയാണ് അല്ലെ? തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ സമയപരിമിതി പോലെ ഞാൻ തൽക്കാലം
ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.